വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത 20 ടൈപ്പ് ഭക്ഷണ പദാർത്ഥത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ ഇതിനോടകം നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കാം കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ഫോളോ ചെയ്തിട്ടാണ് പ്രഗ്നന്റ് ആയതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ സംസാരിക്കുന്ന ഫുഡ് ഐറ്റംസിൽ ഏറ്റവും ആദ്യത്തേതാണ് ആനിമൽ ലിവർ. കുറച്ച് നാളുകൾ മുമ്പ് ലിവർ ഉപയോഗിച്ചു കഴിഞ്ഞാലും അതോടൊപ്പം മുട്ടയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നൊരു വിഷയത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആനിമൽ ലിവർ എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രീഷൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഒരു പവർ ഹൗസ് ആണ് ശരിക്കും ഒരു ന്യൂട്രീഷന്റെ ഒക്കെ. പക്ഷേ അളവിൽ കൂടുതലായിട്ട് നമ്മൾ ആനിമൽ ലിവർ ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് ഡയറക്റ്റ് ആയിട്ട് ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ലിവർ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് 2 ലിവറൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അതിൽ കൂടുതലായിട്ട് കഴിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. പല ആളുകൾ ഇപ്പൊ ചിക്കൻ മേടിക്കുന്നതിന് പകരമായിട്ട് വട്ടും കരളും അങ്ങനെയുള്ള രീതിക്ക് മേടിച്ച് ഉപയോഗിക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ളവരോടാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ കൂടുതലും ഈ ഒരു വട്ടും അതുപോലെ കരളും ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ളവര് അത് ഉപയോഗിക്കുന്നതിന്റെ അളവ് നന്നേ കുറയ്ക്കുക. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കുന്നത് കുഞ്ഞിന്റെ ഗ്രോത്തിനെ ഹാംഫുൾ തന്നെ ബാധിക്കും കേട്ടോ. അടുത്തതാണ് മെർക്കുറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫിഷ്. ഒരുപാട് നാള് വെള്ളത്തിൽ കിടന്നിട്ടുള്ള വലിയ സൈസുള്ള ഫിഷ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്രിഡേറ്റർ ഫിഷ് ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളൊക്കെ ഭക്ഷിക്കുന്നതായിരിക്കും വലിയ ഫിഷ് എന്ന് പറയുന്നത്. അതിലും മെർക്കുറിയുടെ കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനും നെർവസ് സിസ്റ്റം ഡെവലപ്മെന്റിനും ഒക്കെ ഡയറക്ട്ലി എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഫിഷും അതുപോലെ സീ ഫുഡും ആണ്. നമ്മളിപ്പോ ചെമ്മീൻ കഴിച്ചാലോ, അതുപോലെ കക്ക ഇറച്ചി, അതുപോലെ കല്ലുമക്കായ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യാതെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെ ഹാഫ് കുക്ക്ഡ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ഉപയോഗിക്കുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷനും വൈറൽ ഇൻഫെക്ഷൻസും ഉണ്ടാകുന്നതിന് കാരണമാവുന്നുണ്ട്. ഇത് ഡയറക്റ്റ് ആയിട്ട് പ്ലാസന്റയിൽ നിന്ന് കുഞ്ഞിലോട്ട് തന്നെ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ ഇതൊക്കെ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുക്കുക. നല്ല രീതിക്ക് കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഗുണങ്ങൾ ഒരുപാട് കുഞ്ഞിലോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നത് അണ്ടർ കുക്ക്ഡും അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ആണ്. സോസേജ് പോലുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് നമ്മൾ ആ സമയത്ത് കഴിക്കുന്നത് നന്നായിട്ട് കുറയ്ക്കുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് സാൽമോണല്ല, ഈക്കോളി, ലിസ്റ്റീരിയ എന്നിവയൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് കുഞ്ഞിന് ഒട്ടും തന്നെ നല്ലതല്ല. അടുത്തതാണ് ഞണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ ഞണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നതെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇപ്പോ ഒരാഴ്ചയിൽ ഈ ഒരു കടലിന്റെ ഭാഗത്തോട്ടോ പുഴയുടെ ഭാഗത്തോട്ടൊക്കെ കൂടുതൽ വീടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഫിഷ് ഐറ്റംസും അതുപോലെ ക്രാബും ഒക്കെ കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് കൂടുതലായിട്ട് നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് യൂട്രസ് ഒന്ന് ഷ്രിങ്ക് ആവുന്നതിനും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്നതിനും കാരണമാവുന്നുണ്ട് കേട്ടോ. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഗ്രോത്ത് നമുക്ക് അവിടെ വെച്ച് നഷ്ടമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ചില സിറ്റുവേഷനിൽ സ്റ്റിൽ ബർത്ത് ഉണ്ടാകും. കുഞ്ഞു വയറിനകത്ത് വെച്ച് തന്നെ മരിച്ചു പോകുന്ന സിറ്റുവേഷനും നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ക്രാബൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അത് ലിമിറ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിന് കുഞ്ഞിന്റെ ഗ്രോത്തിനും ഒക്കെ വേണ്ടിയിട്ട് തരും കേട്ടോ. ലിമിറ്റ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കറി എടുക്കുക, 1-2 ക്രാബ് പീസ് എടുത്തിട്ട് നമ്മൾ കഴിക്കുന്നതൊന്നും പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു 3-4 ദിവസമോ അല്ലെങ്കിൽ 1-2 ദിവസമൊക്കെ അടുപ്പിച്ച് ഇത് ഉപയോഗിക്കുന്നത് ഒട്ടും തന്നെ ശരീരത്തിന് നല്ലതല്ല. അടുത്തതാണ് മുളപ്പിച്ച വസ്തുക്കൾ വേവിക്കാതെ കഴിക്കുക. നമ്മൾ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളാണെങ്കിലും അത് കഴിക്കുന്നതിൽ നമ്മുടെ കുഞ്ഞിന് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകും. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കിട്ടും. പക്ഷെ അത് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അത് നന്നായിട്ട് വേവിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക കേട്ടോ. അതല്ലെങ്കിൽ സാൽമോണല ബാക്ടീരിയ ഉണ്ടാകുന്നതിനും അത് കുഞ്ഞിനെ ഹാംഫുൾ ആവുന്നതിനും കാരണമാകുന്നുണ്ട് കേട്ടോ. അടുത്തതാണ് അൺപാസ്ചറൈസ്ഡ് ആയിട്ട് വരുന്ന ഡയറി പ്രൊഡക്ട്സ്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന എല്ലാ പാക്കറ്റ് പാലും പാസ്ചറൈസ്ഡ് ആയിട്ടുള്ളതാണ്. അൺപാസ്ചറൈസ്ഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഡയറിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് മേടിക്കുന്ന ഒരു പാത്രത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന പാലുണ്ടാവുമല്ലോ, ഇത് ഒരുപാട് പ്രോസസ്സിലൂടെ ഒന്നും കടന്നു പോകാതെ തിളപ്പിക്കാത്ത പാലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ള പാലുകളിലൊക്കെ ബാക്ടീരിയ കണ്ടന്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് ആ ഒരു അകിലിൽ നിന്ന് നമ്മുടെ ഒരു പാത്രത്തിലോട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഡയറി പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ വേവിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
പാസ്ചറൈസ്ഡ് അല്ലാത്ത പച്ചപ്പാല് കുടിക്കുന്നതും അതുപോലെ ഷേക്സ് അടിച്ച് കുടിക്കുന്നതും ഒക്കെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതും കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്നതിനൊക്കെ കാരണമാകും കേട്ടോ. അടുത്തതാണ് പച്ചമുട്ട. നമ്മളിപ്പോൾ പച്ചമുട്ട കുടിക്കുന്നവരുണ്ട്, എന്തെങ്കിലും മരുന്നിനൊക്കെ ആയിട്ട് പച്ചമുട്ട കുടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബുൾസൈ കഴിക്കുന്നവരുണ്ട്. ഈ ബുൾസൈ കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു ഫോം അത് കറക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറിച്ചിട്ടൊന്നും അങ്ങനെ വേവിക്കില്ലല്ലോ. അങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫോം മാറി. പക്ഷെ ഈ ഒരു വേവിക്കാതെയൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ സാൽമോണല ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മയോണൈസ് ആണെങ്കിലും, ഇപ്പൊ ഷോർമയുടെ കൂടെ ഉള്ളിൽ ആഡ് ചെയ്ത് കിട്ടുന്നതാണെങ്കിലും, അല്ലെങ്കിൽ കുഴിമന്തിയിൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള മയോണൈസ് എല്ലാം തന്നെ ഈ ഒരു റോ എഗ്ഗിൽ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ ഈ ഒരു റോ എഗ്ഗിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ കഴിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ വീട്ടിൽ നിങ്ങൾ മയോണൈസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആളുകൾ വീട്ടിൽ തന്നെ ഷവർമ ഉണ്ടാക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള ആളുകൾ മുട്ട ബോയിൽ ചെയ്തതിന് ശേഷം മാത്രം മയോണൈസ് അടിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പച്ചമുട്ടയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ നല്ലതല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തതാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഏതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. കുഞ്ഞിന്റെ ഗ്രോത്തിനെ അത് അഫക്ട് ചെയ്യും. ഫെർട്ടിലിറ്റി ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഓവുലേഷൻ നടക്കുന്നതിനും അത് ഹാംഫുൾ ആയിട്ട് തന്നെ ബാധിക്കും കേട്ടോ. ഫീഡിങ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കുടിക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അതല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഏത് ഡ്രിങ്ക്സ് ആണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. കുഞ്ഞിന്റെ ഗ്രോത്തിനെ അത് നല്ലതുപോലെ അഫക്ട് ചെയ്യും കേട്ടോ. അടുത്തതാണ് മുരിങ്ങാക്കോല്. ആൽഫ സിസ്റ്റോസ്റ്ററോൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മുരിങ്ങാക്കോൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത് പ്രഗ്നന്റ് ലേഡീസിന് ഒരുപാട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഒരു അവിയലിൽ നിന്നും 2-3 മുരിങ്ങാക്കോല് പീസ് നമ്മൾ എടുത്ത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട്, ഒരു സാമ്പാറിൽ നിന്ന് ഒരു പീസ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും നിങ്ങളുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യില്ല. പക്ഷെ മുരിങ്ങാക്കോൽ ഇട്ട് വെക്കുന്ന, മുരിങ്ങാക്കോലും അതുപോലെ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന കറി നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 3-4 ഒരു നേരം കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ ചില ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ടാകും, ഇഷ്ടമുള്ളവരുണ്ടാകും. ആ സമയങ്ങളിലൊക്കെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പക്ഷേ ഇംപ്ലാന്റേഷന് മുൻപുള്ള ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നതിനും കുഞ്ഞിന്റെ ഫോർമേഷനും ഒക്കെ അതൊരുപാട് സഹായിക്കും കേട്ടോ. അടുത്തതാണ് പൈനാപ്പിൾ. പൈനാപ്പിൾ അടങ്ങിയിട്ടുള്ള ബ്രോമലൈന്റെ കണ്ടന്റ് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ പൈനാപ്പിൾ കഴിച്ചിട്ടും പ്രഗ്നൻസി മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് യൂട്രസിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകാം. തിന്നായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ സർവീസിന്റെ ലെങ്ത്തിനൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് നിസ്സാര കാര്യം മതി ആ ഒരു പ്രഗ്നൻസി നഷ്ടമായി പോകാനായിട്ട്. ചിലവർ ആ ഒരു ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗട്ടറിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. മറ്റു ചില ആളുകൾക്ക് ഒരുപാട് ഗട്ടർ കയറി ഇറങ്ങിയാലും ഒരു പ്രശ്നവും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പൈനാപ്പിളിന്റെ കണ്ടന്റ് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. നേരെ മറിച്ച് ഓവുലേഷൻ മുതൽ ഒരു 6 ദിവസം നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുൻപ് വരെ നിങ്ങൾ പൈനാപ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ, അത് പൈനാപ്പിളിന്റെ കോറോട് കൂടിയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6th ഡേ മുതൽ നിങ്ങൾ പൈനാപ്പിൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1-2 പീസ് ഉപയോഗിച്ചതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ കൂടുതലായിട്ട് പൈനാപ്പിൾ ജ്യൂസ്, അത് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവുമല്ലോ, വീട്ടിൽ തന്നെ പൈനാപ്പിൾ മേടിച്ച് ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടാതെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് അലോവേരയാണ്. അലോവേര ഡയറക്റ്റ് കഴിക്കുന്ന ആളുകളുണ്ട്, ജ്യൂസ് ആയിട്ട് എടുത്തിട്ട് കുടിക്കുന്ന ആളുകളുണ്ട്. ഇതും യൂട്രസിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകാനായിട്ടും ഇത് കാരണമാവട്ടെ. യൂട്രസിലെ കോൺട്രാക്ഷനും ഇന്റേണൽ ബ്ലീഡിംഗും നമുക്ക് ഉണ്ടാകാം. അടുത്തതാണ് സ്പൈസസ്. നമ്മൾ സുഗന്ധ വ്യഞ്ജനങ്ങളായിട്ടുള്ള പലതും, അതുപോലെ കൂടുതൽ എരിവാണെങ്കിലും മസാലകളാണെങ്കിലും അത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടോ. കൂടുതൽ മസാലകൾ നമ്മുടെ ശരീരത്തിൽ എടുക്കുന്നതും സ്പൈസസ് ശരീരത്തിലോട്ട് എത്തുന്നതും യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും നമ്മുടെ ബ്ലഡ് തിന്നായി പോകുന്നതിനും കാരണമാകുന്നുണ്ട് കേട്ടോ. അതും നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് പച്ചപ്പപ്പായ. ഇതിലടങ്ങിയിട്ടുള്ള എൻസൈം യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുകയും മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഒരു കുറച്ച് പപ്പായയുടെ ഒരു പേര് നമ്മൾ ഒരു ഉച്ച സമയത്ത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് ഒരിക്കലും ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതാണ് ജങ്ക് ഫുഡ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ജങ്ക് ഫുഡ്സും തന്നെ ഹൈ കാലറി ഉള്ളതും ഷുഗർ ഉള്ളതും ഫാറ്റ് ഉള്ളതുമാണ്. ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല. ഇത് കുഞ്ഞിന് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും ജസ്റ്റേഷണൽ ഡയബറ്റീസ് പോലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ കാരണമാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ക്രാവിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു തവണയൊക്കെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള ഹൈ കാലറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാതിരിക്കുക കേട്ടോ. കാരണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു ഗുണം കിട്ടില്ല, ഒരുപാട് ദോഷം കിട്ടുകയും ചെയ്യും. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ.
അടുത്ത നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് കെമിക്കൽസ് അതിലുണ്ടാകും, ഒരുപാട് ഡസ്റ്റ് അതിലുണ്ടാകും. അതുകൊണ്ട് അത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം ഏത് വെജിറ്റബിൾ ആണെങ്കിലും നിങ്ങൾ ഫ്രൂട്ട്സ് ആണെങ്കിലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചില ആളുകൾ ആപ്പിൾ കഴിക്കുമ്പോഴേക്കും അതിന്റെ തൊണ്ടൊന്നും ചെത്താറില്ല. കാരണം തൊണ്ടിൽ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് പലരും തൊണ്ടൊന്നും ചെത്താറില്ല. അങ്ങനെയുള്ള ആളുകൾ വെറുതെ ഒരു പൈപ്പിൽ കാണിച്ച് ഒന്ന് കഴുകി എടുത്തിട്ട് വരെയല്ല വേണ്ടത്. ഒരു ഉപ്പിലിട്ട് ഉപ്പ് ഉള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് വെള്ളത്തിൽ കുറച്ചു നേരം നിങ്ങൾ അതൊന്ന് മുക്കി വെക്കുക. അതിനുശേഷം ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും മുക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ അത് അതിൽ നിന്നുള്ള അണുക്കളൊക്കെ റിമൂവ് ചെയ്യുന്നതിനും ഒരു കെമിക്കൽ ഫ്രീ ആക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് പ്രീ പാക്കേജ്ഡ് ആയിട്ടുള്ള സാലഡ്സ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു കഴിഞ്ഞാൽ, പുറത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷവർമ മേടിച്ചു കഴിഞ്ഞാലോ മയോണൈസ് കുഴിമന്തി മേടിച്ചു കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് സാലഡ്സ് കിട്ടും. പാക്കേജിലുള്ള കുക്കുംബറും അതുപോലെ ചിലർക്ക് ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ആയിട്ടുള്ള സാലഡ്സ് കിട്ടും. നമ്മൾ ഈ പ്രീ പാക്ഡ് ആയിട്ടുള്ള സാലഡ്സ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് നേരം മുമ്പ് ഇവർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാലഡ്സ് ആയിരിക്കും. കാര്യം സാലഡാണ്, കുക്കുംബർ ആണല്ലോ, ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കും. പക്ഷെ അതൊരിക്കലും ശരീരത്തിന് നല്ലതല്ല. വീട്ടിൽ തന്നെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും ശരീരത്തിന് നല്ലത് കേട്ടോ. അതിപ്പോ നമ്മൾ ബിരിയാണി മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാലഡ്സ് ആണെങ്കിലും അതും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രീ പാക്കേജ്ഡ് ആയിട്ടുള്ള സാലഡ്സിൽ ലിസ്റ്റീരിയയുടെ കണ്ടന്റ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ബേബി ഹെൽത്തിനെ ഹാംഫുൾ ആയിട്ട് തന്നെ അഫക്ട് ചെയ്യും കേട്ടോ. അടുത്ത നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ് എനർജി ഡ്രിങ്ക്സ്. കഫെയിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള എനർജി ഡ്രിങ്ക്സ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. കൂടുതൽ കഫെയിൻ കണ്ടന്റ് ശരീരത്തിൽ എത്തുന്നത് കുഞ്ഞിന്റെ ഗ്രോത്തിനെ വളരെ മോശമായിട്ട് തന്നെ അഫക്ട് ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള എനർജി ഡ്രിങ്ക്സ്, ഇപ്പോൾ പെപ്സി ആണെങ്കിലും കൊക്കക്കോള ആണെങ്കിലും ഒന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് കഫെയിൻ കണ്ടന്റ് തന്നെയാണ്. നമ്മളിപ്പോൾ കോഫി ഉപയോഗിക്കുന്നവരാണെങ്കിലും ടീ ഉപയോഗിക്കുന്നതാണെങ്കിലും ഒരു ദിവസം 250 mg കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വലിയ കപ്പ് ചായ ശരിക്കും ഒരു 250 mg ആ ഒരു ലെവലിലോട്ട് എത്തും. അത് നിങ്ങൾ 2 നേരമോ 3 നേരമോ ഒക്കെ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരീരത്തിന് നല്ലതല്ല. സാധാരണ ഒരു വീട്ടമ്മ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒരു ഗ്ലാസ് ചായ കുടിക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ചായ കുടിക്കും, ഈവനിങ് ചായ കുടിക്കും. അങ്ങനെ ചായക്ക് അഡിക്റ്റ് ആയിട്ട് പോയുള്ളവർ, കോഫിക്ക് അഡിക്റ്റ് ആയിട്ടുള്ളവരുണ്ട്. അതൊരിക്കലും നമ്മുടെ ഫെർട്ടിലിറ്റി ഹാംഫുൾ ആയിട്ട് തന്നെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അത് ഉപയോഗിക്കാൻ നമുക്ക് ഒരു തരത്തിലുള്ള ഗുണങ്ങളും കിട്ടില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് 20ാമത്തെ ഒരു ഫുഡ് ഐറ്റം ആണ് സ്പ്രൗട്ടഡ് ആയിട്ടുള്ള പൊട്ടാറ്റോസ്. മുള വന്നിട്ടുള്ള എല്ലാ ഉരുളക്കിഴങ്ങും നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ മുള വന്നിട്ടുള്ള പോർഷൻ അങ്ങോട്ട് ചെത്തിക്കളഞ്ഞിട്ട് ആ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാറാണ് ചെയ്യുന്നത്. മുള വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങില് സാലണിൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞിന്റെ ഗ്രോത്തിനെ ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്നതിനുള്ള സിറ്റുവേഷൻസ് ഇതുണ്ടാക്കുന്നു. ഒരു തവണ മുള വന്നിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങിന്റെ ഒരു പീസ് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് മുള വന്നിട്ടുള്ള രീതിക്ക് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് അനുസരിച്ചിട്ട് കുഞ്ഞിന്റെ ഗ്രോത്തിനെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പണ്ടത്തെ സിറ്റുവേഷനിൽ അപേക്ഷിച്ച് ഇന്നത്തെ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരുപാട് കെമിക്കൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള അല്ലാത്ത രീതിക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോകുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ നമുക്ക് മിസ്കാരേജ് റേറ്റ് കൂടുന്നത് കേട്ടോ. അതൊരു പരിധി വരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഹെൽത്തി ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ഭക്ഷണം എടുത്തു കഴിഞ്ഞാലും അത് നന്നായിട്ട് വേവിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8ാം തീയതി മുതൽ ഈ മാസം 6ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.